പിരമിഡ്. ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് ഈജിപ്ഷ്യൻ മരുഭൂമിയുടെ നടുവിൽ ആകാശത്തെ ഭേദിച്ചു നിൽക്കുന്ന ഒരു അത്ഭുത നിർമ്മിതിയാവും. ശവകുടീരങ്ങളുടെ ഗിരികൂടാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹത്തായ കല്ലുകൊട്ടാരങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫറവോയെ പറ്റിയോ ചരിത്രമുറങ്ങുന്ന ഈജിപ്തിൻ്റെ മണൽപ്പരപ്പുകളെ പറ്റിയോ അല്ല. ഓരോ മഴത്തുള്ളിയും പച്ചപ്പിന് പുതുജീവൻ ചൊരിയുന്ന, കാറ്റിൻ്റെ സംഗീതത്തോടൊപ്പം മേഘനിഴലുകൾ ഒഴുകുന്ന ആ നാട് അയർലൻഡ്. അവിടെ ശാന്തമായി എന്നാൽ അത്ഭുതത്തിൻ്റെയും പ്രകൃതിയുടെ അതിരഹസ്യങ്ങളുടെയും മുഴുവൻ ഭാരവും പേറി ഒരു പിരമിഡ്. ഹോവാർഡ് മുസോളിയം, അയർലൻഡിൻ്റെ ഹോണ്ടഡ് പിരമിഡ്. അയർലൻഡിലെ ആർക്ലോ പട്ടണ അതിരുകളിലെ പഴയ കിൽബ്രൈഡ് ശ്മശാനത്തിന് നടുവിലായാണ് ഈ പിരമിഡ് നിലനിൽക്കുന്നത്. 1785 വിക്ലോയുടെ വിസ്കൗണ്ട് റാൽഫ് ഹോവാർഡാണ് ഈ പിരമിഡ് നിർമ്മിച്ചത്. വിസ്കൗണ്ട് എന്നാൽ ബ്രിട്ടീഷ് ഐറിഷ് പ്രഭു സമ്പ്രദായത്തിലെ ഒരു റാങ്കാണ്. ഡ്യൂക്ക്, മാർക്വസ്, ഏൽ, വിസ്കൗണ്ട്, ബാരൺ എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ആ കാലത്ത് യൂറോപ്പിലുടനീളം പഴയ ഈജിപ്റ്റ്, ഗ്രീക്ക്, റോമൻ ശൈലികളുടെ നവീകരണ വേലിയേറ്റം നടന്നിരുന്നു. 30 അടി ഉയരത്തിൽ സൂര്യവെളിച്ചത്തിൽ തിളങ്ങുന്ന ആ ഗ്രാനൈറ്റ് ഘടനയിൽ 33 ശവപ്പെട്ടികൾക്കുള്ള സ്ലാബുകൾ അടങ്ങിയിരുന്നു. അകത്തേക്ക് കടന്നാൽ ഒരു ഇടുങ്ങിയ വഴി കാണാം. അത് മരിച്ചവരുടെ ഇടങ്ങളിലേക്ക് നയിക്കും. ഹോവാർഡ് കുടുംബത്തിലെ 18 അംഗങ്ങൾ അവിടെ വിശ്രമിക്കുന്നു. എന്നാൽ ആ 18 പേരും നിശബ്ദരായി വിശ്രമിക്കുകയായിരുന്നോ? 1823 ഈ പിരമിഡ് ഒരു വിശദീകരണവുമില്ലാതെ അടച്ചുപൂട്ടി. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ജെഫ് സ്റ്റോറീസിലേക്ക്. മുൻപ് ഹോവാർഡ് പിരമിഡിന്റെ സൂക്ഷിപ്പുകാർ അതിനുള്ളിൽ കണ്ടതായി പറഞ്ഞത്, ശവപ്പെട്ടികൾ ഒരിക്കലും ക്രമത്തിലല്ല ഇരുന്നിരുന്നത്. അവ സ്വയം ക്രമം മാറ്റിക്കൊണ്ടേയിരിക്കും. തലേന്ന് ശൂന്യമായ സ്ലോട്ടുകളിൽ പിറ്റേന്നൊരു ശവപ്പെട്ടി ഇരിപ്പുണ്ടായിരിക്കും. എന്നാൽ ഇതിനു പിന്നിൽ മനുഷ്യരുടെ കൈകളായിരിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. കാരണം അതിനുള്ളിൽ മറ്റു മനുഷ്യരുടെ കാൽപ്പാടുകളോ നുഴഞ്ഞു കയറിയതിൻ്റെ അടയാളങ്ങളോ കണ്ടിരുന്നില്ല. ഹോവാർഡുകൾ നിശബ്ദമായി കിടക്കുകയല്ല, അദൃശ്യമായ ചില ശ്രേണികളോ ആചാരങ്ങളോ അനുസരിച്ച് കുടുംബത്തെ സ്വയം പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചു. ആ പിരമിഡിൽ നടന്ന അവസാന ശവസംസ്കാരത്തിന് ശേഷമാണ് എല്ലാം ആരംഭിക്കുന്നത് എന്ന് അവർ പറയുന്നു. ഹോവാർഡ് കുടുംബത്തിലെ ഒരു ശിശുവിനെയാണ് അന്ന് അവിടെ അടക്കം ചെയ്തത്. അതിനുശേഷമുള്ള രാത്രികളിൽ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ പ്രതിധ്വനിച്ചു. ആ നിലവിളികൾ അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാണ് ഉയർന്നിരുന്നത്. ആ ശബ്ദം ഉയരുന്ന നിമിഷം ചുറ്റുമുള്ള ഫാം സ്റ്റെഡുകളിലെ നായ്ക്കൾ എല്ലാം ഒരുപോലെ ഓരയിട്ടു, ആരും വിളിക്കാത്ത ഒരു വിളിക്ക് പ്രതികരിക്കുന്നത് പോലെ. ആ പിരമിഡിന്റെ വിള്ളലുകളിൽ ഒരു മെഴുകുതിരിയുടേതുപോലെയുള്ള മങ്ങിയ വെളിച്ചം മിന്നി മറയുന്നത് കണ്ടതായി ആ നാട്ടിലെ മുതിർന്നവർ പറയുന്നു. ആ കുഞ്ഞിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അടുത്തുള്ള കുന്നിൻ താഴ്വരയിലെ പള്ളി ശ്മശാനത്തിൽ അടക്കം ചെയ്തു. അവർ പിന്നീട് പിരമിഡ് പൂർണ്ണമായും മുദ്രവെച്ചു. അന്ന് രാത്രിയിൽ പതിവ് പോലെ എല്ലാവരും കാത്തിരിപ്പുണ്ടായിരുന്നു, ആ ശാപവിളികൾ വീണ്ടും വരുമോ എന്നറിയാൻ. പക്ഷേ ഇല്ല, അവ വന്നില്ല. അവയുടെ തൽക്ഷണമായ നിശബ്ദത ഒരു പെട്ടെന്നുള്ള ഇരുൾവീഴ്ച പോലെ മുഴുവൻ ഗ്രാമത്തെയും അതിലേറെ ഭീതിപ്പെടുത്തി. ആർക്ലോയുടെ പഴയ കുടുംബങ്ങളുടെ ഇടയിൽ തലമുറകൾ കടന്ന് പടർന്നൊരു നിശബ്ദമായ വിശ്വാസമുണ്ട്. സന്ധ്യ പൊഴിയുമ്പോൾ ആംബർ വെളിച്ചത്തിൻ്റെ അവസാന തുള്ളികൾ പുൽമേടുകളിൽ മങ്ങിക്കരിയുമ്പോൾ പിരമിഡിന്റെ അറ്റത്ത് ഒരു കറുത്ത നിഴൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മുഖമില്ലാത്ത ഒരു മനുഷ്യാകൃതി, ഉയരമുള്ളതും മെലിഞ്ഞതും കാറ്റിന്റെ ദിശ മാറുമ്പോഴും ചലനമില്ലാതെ നിൽക്കുന്ന ഒരു ഭയങ്കര രൂപം. ആ നിഴൽ രൂപത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നവരുടെ ശ്രദ്ധ ഒന്ന് മാറുന്ന നിമിഷം അത് അപ്രത്യക്ഷമായിട്ടുണ്ടാകും. ആ കാവൽക്കാരൻ റാൽഫ് ഹോവാർഡ് തന്നെയാണെന്നും താൻ പണിത ശവകുടീരത്തിൽ നിന്നും പോകാൻ അദ്ദേഹത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും ചിലർ വിശ്വസിക്കുന്നു. ചിലർ ഇതിനെ ഫ്രീ മേസൺസുമായി ബന്ധിപ്പിക്കുന്നു. പിരമിഡിനുള്ളിലെ ശവപ്പെട്ടികളുടെ സംഖ്യ 33 ഫ്രീ മേസൺറിയിൽ 33 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കോൺസ്പിറസി തിയറിസ്റ്റുകൾ പറയുന്നത് ഫ്രീ മേസൺസിൽ നിന്നാണ് ഇലുമിനാറ്റി ഉടലെടുത്തത് എന്നാണ്. എന്തായാലും രഹസ്യ കൂട്ടായ്മയുടെ നിത്യകാവൽക്കാരനായി
റാൽഫ് ഹോവാർഡ് ഭൗതിക ലോകത്തിൻ്റെയും ആത്മലോകത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ശൈത്യകാലത്ത് ശ്മശാനത്തിലെ ഒട്ടുമിക്ക സസ്യങ്ങൾ ഇല പൊഴിക്കുകയും തണുപ്പിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്താലും പിരമിഡിനോട് പറ്റിപ്പിടിച്ചുള്ള ഐവി ചെടി ഒരിക്കലും കരിഞ്ഞിട്ടില്ല. എത്ര പതിറ്റാണ്ടുകളായി ആളുകൾ അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടിട്ടേയുള്ളൂ. പ്രാദേശിക വിശ്വാസികൾ പറയുന്നത് ഐവി ഉള്ളിലെ അശാന്തിയുടെ ഭൗതിക രൂപമാണ് എന്ന്. പ്രകൃതി കാണാൻ പാടില്ലാത്തത് ഉൾക്കൊള്ളാനോ മറയ്ക്കാനോ ശ്രമിക്കുന്നുവെന്ന്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കിടാം. 2022 ഞാൻ ആർക്ലോ സന്ദർശിക്കുന്നത്. അയർലൻഡിൽ ഒരു പിരമിഡ് ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം. അതുമാത്രമായിരുന്നു ഉദ്ദേശം. ആ പിരമിഡിൻ്റെ കഥകളെക്കുറിച്ചോ അതീന്ദ്രിയ സംഭവങ്ങളെക്കുറിച്ചോ ഒന്നും ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. ശ്മശാനത്തിൻ്റെ കവാടം കടന്ന നിമിഷം തന്നെ എല്ലാം മാറി. സുതാര്യമായിരുന്ന ആകാശം പെട്ടെന്ന് ഇരുണ്ടു. പെട്ടെന്ന് ശക്തമായി കാറ്റ് വീശി, എന്നെ അകത്തേക്ക് കടത്തിവിടാത്തതുപോലെ. കാറ്റ് ശമിച്ചപ്പോൾ ഞാൻ പിരമിഡിന് മുന്നിലെത്തി. അതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. കാറ്റിൻ്റെ വേഗത ഞാൻ ഉപയോഗിക്കുന്ന ഡ്രോണിന് താങ്ങാവുന്നതായിരുന്നു. 30 മുതൽ 43 കിലോമീറ്റർ വേഗത വരെയുള്ള കാറ്റുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഡ്രോണായിരുന്നു അത്. എന്നാൽ പിരമിഡിനെ 180 ഡിഗ്രി പകർത്തിയതിനു ശേഷം ഡ്രോണിനെ എന്തോ എതിർക്കുന്നത് പോലെ തോന്നി. മുന്നോട്ടു പോകാൻ അനുവാദം ഇല്ലാത്തതുപോലെ. ഒരു ഘട്ടമെത്തിയപ്പോൾ അതിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഒരുവിധം ഞാൻ അതിനെ നിയന്ത്രിച്ച് താഴെയിറക്കി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അന്നത്തെ വിഷ്വൽസാണ്. മാസങ്ങൾക്ക് ശേഷം ഈ പിരമിഡിൻ്റെ കഥകളും അതീന്ദ്രിയ സംഭവങ്ങളും വായിച്ചപ്പോൾ ഞാൻ ആശയക്കുഴപ്പത്തിലായി. എനിക്ക് സംഭവിച്ചത് ഒരു അതീന്ദ്രിയ ശക്തിയുടെ ഇടപെടലായിരിക്കുമോ, അതോ ഇതൊക്കെ എൻ്റെ വെറും തോന്നലോ? ഇനി നിങ്ങൾ ചിന്തിക്കൂ, അയർലൻഡിലെ ഈ കഥയ്ക്ക് പിന്നിൽ എന്താണുള്ളത്? അന്ധവിശ്വാസമാണോ, അതോ കൂടുതൽ അസ്വസ്ഥമാക്കുന്ന മറ്റെന്തെങ്കിലും? ഉത്തരം എന്തായാലും ഹോവാർഡ് പിരമിഡ് ഒരിക്കൽ സന്ദർശിച്ചാൽ അത് മറക്കാൻ പ്രയാസമുള്ള ഒരു മതിപ്പ് അവശേഷിപ്പിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുപോലെ മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങളോ ചരിത്ര സംഭവങ്ങളോ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ജെഫ് സ്റ്റോറീസ്.